നഴ്സിംഗ് എന്നും അവസരങ്ങളാണ്, എവർഗ്രീൻ ആണ്. ഈ ചെടിയെ പോലെ. നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി വന്നിട്ടുള്ളത് കഴിഞ്ഞ ബാച്ചിലത്തെ കുട്ടികളാണ്. ആദ്യം നഴ്സിംഗിന് ഒരു എൻട്രൻസ് പരീക്ഷ ഉണ്ടാവും എന്ന് പറഞ്ഞു, പക്ഷെ പിന്നീട് എൻട്രൻസ് പരീക്ഷ ഉണ്ടായില്ല. സാധാരണ രീതിയിൽ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് അത് പഠിക്കാനായിട്ട് കേരളത്തിലാണെങ്കിൽ LBSലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാണ് പതിവ്. അപ്പോൾ LBSൽ അപ്ലൈ ചെയ്യുമ്പോൾ 100-ൽ 100%, 99% തൊട്ട് ലാസ്റ്റ് സീറ്റ് വരുന്ന കുട്ടി 97%ത്തിലേക്ക് നിൽക്കുമ്പോൾ ഈ പറയുന്ന ICSE സിലബസിലുള്ള കുട്ടിയായാലും CBSE സിലബസിലുള്ള കുട്ടികളായാലും നഴ്സിംഗിലേക്ക് എത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കേരളത്തിൽ സീറ്റ് കിട്ടുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇതിന് കാരണം നമ്മളുടെ കുട്ടികളുടെ താല്പര്യമുള്ള കുട്ടികൾ ഒരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞിട്ട് കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ 50 കുട്ടികളിൽ 20 കുട്ടികളും എനിക്ക് നേഴ്സ് ആവണം എന്ന് താല്പര്യം പറയുകയാണ്. അപ്പോൾ ഈ 4 ലക്ഷം പിള്ളേർ പോലെയുള്ള ഇത്രയും ഒരു ഹ്യൂജ് സെറ്റപ്പിൽ നമ്മളുടെ കുട്ടികളെ എങ്ങനെയാണ് നഴ്സുമാരാക്കുക? ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എവർഗ്രീൻ ആണ്. പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് അവർക്ക് ജോലിയുണ്ട് അല്ലേ? പക്ഷെ കേരളത്തിൻ്റെ ഈ പറയുന്ന ഡെമോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്, എത്രത്തോളമാണ്, എത്ര മാത്രമാണ് എന്നറിയണമെങ്കിൽ കേരളത്തിൽ എത്ര ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ഉണ്ടെന്ന് അറിയണം. കേരളത്തിൽ ആകെ 18 നഴ്സിംഗ് കോളേജേ ഉള്ളൂ. ഈ 18 ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലും കൂടി 500 സീറ്റാണുള്ളത്. ഇതിന് പുറമെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് LBS വഴിയുള്ള കോളേജിലേക്കുള്ള സീറ്റുകൾക്കാണ് അല്ലേ? LBS വഴി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ജില്ലയിലും എത്ര നഴ്സിംഗ് കോളേജ് ഉണ്ട്, എത്ര സീറ്റ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് കിടക്കുകയാണ്. അവിടെ 9 നഴ്സിംഗ് കോളേജ് ആണ് ഉള്ളത്. സീറ്റിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ആകെ കൂടി 250 സീറ്റേ ഉള്ളൂ. ഇതാണ് നമ്മുടെ തലസ്ഥാന നഗരിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി താഴെ കൊല്ലം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ 12 നഴ്സിംഗ് കോളേജും 420 സീറ്റാണ് കൊല്ലം ജില്ലയിൽ നിന്ന് ഉള്ളത്. മൂന്നാമത്തെ പറയുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. അവിടെ 8 നഴ്സിംഗ് കോളേജുകളും അതുപോലെ 250 സീറ്റാണ് നിലവിൽ നമുക്കുള്ളത്. നാലാമത്തെ ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ ആകെ കൂടി 2 നഴ്സിംഗ് കോളേജേ ഉള്ളൂ. അവിടെ ആകെ കൂടി 40 സീറ്റും ഉള്ളൂ. അപ്പോൾ വളരെ പരിതാപകരമായിട്ടുള്ള കണ്ടീഷനാണ് പത്തനംതിട്ട ജില്ലക്കാരന് അല്ലേ? വളരെ കുറവ് സീറ്റേ അവിടെയുള്ളൂ ആ ജില്ലയ്ക്ക്. അതേപോലെ കോട്ടയം ജില്ലയിൽ 7 കോളേജുകളിലും കൂടി 200 സീറ്റാണുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കോട്ടയം ജില്ലയിലത്തെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ, ഈ പാലാക്കാരായിട്ടുള്ള ആൾക്കാർ. അത്രമാത്രം ലോകം മുഴുവൻ നഴ്സുമാർ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയം പാലയില വീട് എന്ന് പറയും. കാരണം ഞാൻ ഉഴവൂർ എന്ന് പറയുന്ന സ്ഥലം ഈ കോട്ടയത്ത് പോയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ പ്രസിഡന്റ് KR നാരായണന്റെ വീട് കാണാൻ വേണ്ടി പോയതാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്നത് ഒരു ആയുർവേദ സ്ഥാപനമാണ്. പക്ഷെ പഴയ വീട് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണേണ്ടവർക്ക് ആ ഉഴവൂർ മേഖലയിലേക്ക് പോയാൽ കാണാം. പക്ഷെ ഞാൻ അവിടെ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത ഇതുമായി ബന്ധപ്പെട്ട് പറയാനാണ് പറഞ്ഞത്. കാരണം അവിടെയുള്ള ഒട്ടുമിക്ക വീടുകളും അടഞ്ഞു കിടക്കുക 2 നിലയുള്ള വണ്ടം വീടുകളാണ്. ചിലപ്പോൾ 2000, 3000, 4000 സ്ക്വയർ ഫീറ്റ് വീതിയുള്ള വലിയ വലിയ വീടുകൾ. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും നഴ്സുമാരായിട്ട് അയർലാൻഡിലും UK-ലും പല രാജ്യങ്ങളിലും പോയേക്കാണ്. ഇനി ഇടുക്കി ജില്ലയുടെ അവസ്ഥ, 6 നഴ്സിംഗ് കോളേജും 120 സീറ്റ് മാത്രമാണ് ഇടുക്കി ജില്ലയിലുള്ളത്. അടുത്തതായിട്ട് എറണാകുളം ജില്ല നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ നഴ്സിംഗ് കോളേജ് ഉള്ളത് 15 നഴ്സിംഗ് കോളേജും 500 സീറ്റ്. അപ്പോൾ 15 നഴ്സിംഗ് കോളേജിനെക്കാട്ടും കൂടുതൽ തൃശ്ശൂർ ജില്ലയിലുണ്ട് കേട്ടോ. 17 നഴ്സിംഗ് കോളേജ് ഉണ്ട്. പക്ഷേ സീറ്റുകളുടെ എണ്ണം നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ 500 സീറ്റാണ്. നേരെ മറിച്ച് നമ്മൾ തൃശ്ശൂർ ജില്ലയിലേക്ക് കിടക്കുമ്പോൾ 17 നഴ്സിംഗ് കോളേജ് ഉണ്ടെങ്കിൽ അവിടെ 400 സീറ്റുള്ളൂ. അപ്പോൾ ഏകദേശം 100 സീറ്റിൻ്റെ എണ്ണം കുറവാണെങ്കിലും
എണ്ണം നഴ്സിംഗ് കോളേജിൽ 2 നഴ്സിംഗ് കോളേജ് തൃശ്ശൂർ ജില്ലയിൽ കൂടുതൽ. അപ്പം ഇതാണ് തൃശ്ശൂർ ജില്ലയിലത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി മലപ്പുറം ജില്ലയിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 നഴ്സിംഗ് കോളേജേ ഉള്ളൂ, 160 സീറ്റ്. ഇതേപോലെ നമ്മൾ പാലക്കാട് 4 നഴ്സിംഗ് കോളേജും 100 സീറ്റ് മാത്രമേ പാലക്കാട് ജില്ലക്കാർക്കുള്ളൂ. ഇനി കോഴിക്കോട് ജില്ലയിലെ 10 നഴ്സിംഗ് കോളേജും 300 സീറ്റുമാണ് നമ്മൾ കോഴിക്കോട് ജില്ലയിലുള്ളത്. ലാസ്റ്റ് 2 ജില്ലകളാണ് കണ്ണൂർ 7 നഴ്സിംഗ് കോളേജും 250 സീറ്റ്, വയനാട് 3 നഴ്സിംഗ് കോളേജ് ആകെ കൂടി 100 സീറ്റേ ഉള്ളൂ. കാസർഗോഡിൻ്റെ പദ്ധതി കണ്ടീഷനാണ് 2 നഴ്സിംഗ് കോളേജും 50 സീറ്റും. അങ്ങനെ കേരളത്തിലുള്ള നഴ്സിംഗ് കോളേജുകളുടെ എണ്ണം കുറവും അതേപോലെ ഈ പഠിക്കാനായിട്ട് വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ മറ്റുള്ള സ്റ്റേറ്റ്സ് എസ്പെഷ്യലി ബാംഗ്ലൂർ അവരെന്താ ചെയ്യണേ, ഇഷ്ടം പോലെ നഴ്സിംഗ് കോളേജാണ്. 50%, 60%, 70%, 80% ഇവരെല്ലാവരും പോകുന്നത് എവിടെയാ, ഇടിച്ചു തള്ളി മറ്റുള്ള സംസ്ഥാനങ്ങളിലാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ കൂടുതൽ നഴ്സിംഗ് കോളേജ് അനുവദിക്കുകയാണെങ്കിൽ നമ്മുടെ നാടിന് നല്ലൊരു റവന്യൂ ആണ് അല്ലേ, നന്നാവും നേരെയാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സൈനിങ് ഓഫ്, അജൽ ഹിയർ, ബൈ.